പാര്യത്തുകാവിലെ കുടിയൊഴിപ്പിക്കലിൽ പ്രശ്നപരിഹാരത്തിനായി ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ഇന്ന് രാത്രി 8 മണിക്ക് ചർച്ച നടക്കാനിരിക്കുകയാണ്. മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിലാണ് ചർച്ച നടക്കുന്നത്. അർച്ചനയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അർച്ചന, ഈ സർക്കാരിന്റെ സമീപനം അത് തുടക്കത്തിൽ എന്താണ് അവിടെ കാട്ടിക്കൂട്ടിയെന്ന് നമ്മൾ കണ്ടതാണ്. പോലീസിന്റെ നരനായാട്ടാണ് അവിടെ നടന്നത്. ഇതാ അവരുടെ ആവശ്യം ഇന്ന് നടക്കുന്ന ചർച്ചയിലെങ്കിലും പരിഗണിക്കപ്പെടുമോ എന്നതിലേക്കാണ് നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അക്ഷയ്, തീർച്ചയായും നാളെയാണ് ഈ 23-ാം തീയതിയാണ് പാര്യത്തുകാവ് ഉന്നതിയിലെ ജനങ്ങളെ ഒഴിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വീണ്ടും ഒരു നരനായാട്ട് അവിടെ നടക്കുമോ എന്ന ആശങ്ക ജനങ്ങൾക്കിടയിലുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. ഇന്ന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ 8 മണിക്കാണ് കളക്ടറേറ്റിൽ യോഗം ചേരുന്നത്. അതിൽ മന്ത്രി റോജി എം ജോൺ അടക്കമുള്ള ആളുകൾ പങ്കെടുക്കും. എന്തായാലും പ്രശ്നപരിഹാരത്തിന് എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. ഏറ്റവും പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് അവിടെ അരങ്ങേറിയ അക്രമ സംഭവങ്ങൾ. സ്ത്രീകളെയും പ്രായമായവരെയും എല്ലാം തന്നെ അതിക്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്തായാലും അത്തരമൊരു നീക്കത്തിലേക്ക് നാളെ ഇത്തരത്തിൽ വീണ്ടും ഒഴിപ്പിക്കാൻ എത്തുമ്പോൾ പോകുമോ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ എന്ത് നിലപാടെടുക്കും എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നാളെ ഈ ഒഴിപ്പിക്കൽ നടന്നില്ലെങ്കിൽ 24-ാം തീയതിയും സമയം കൊടുത്തിട്ടുണ്ട്. 25-ന് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് നടപടിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെയും എത്തുമെന്നാണ് അഭിഭാഷക കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ അതിക്രമം നടക്കുന്ന ആ വേളയിൽ അഭിഭാഷകൻ പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് വരും, ബലം പ്രയോഗിക്കാൻ പോലീസ് ഉണ്ടാകും എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ആ സമയത്ത് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഭീതിയിൽ തന്നെയാണ്. വീണ്ടും ഇത്തരത്തിലൊരു അതിക്രമ സംഭവങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രതിരോധം തീർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, കാലങ്ങളായി അവിടെ ജീവിക്കുന്ന മനുഷ്യനാണ്. അവർക്കൊരു പുനരധിവാസം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിലെല്ലാം തന്നെ ഒരു നിലപാടെടുക്കുമോ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ജില്ലാ കളക്ടർ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്ന് അവരുടെ അത്തരം ആവശ്യങ്ങൾ പരിഗണിക്കുമോ എന്താണ് അറിയേണ്ടത്. മാത്രമല്ല, ഈ സ്വകാര്യ വ്യക്തിയും ഒപ്പം ഈ കുടുംബങ്ങളും തമ്മിലുള്ള ഒരു തർക്കമാണ് ഇത്തരത്തിലൊരു ഈ തർക്കത്തിലേക്ക് പോയത്. അതിൽ 19 ഏക്കർ 60 സെൻറ്റ് സ്ഥലമാണ് ഇത്തരത്തിൽ ഈ അളന്ന് തിരിക്കേണ്ടത്. അതൊന്നും അളന്ന് തിരിക്കാതെയാണ് റവന്യൂ വകുപ്പ് അത്തരം നടപടിയൊന്നും പൂർത്തിയാക്കാതെയാണ് ഒഴിപ്പിക്കാനെത്തിയത് എന്ന ഗുരുതരമായൊരു പ്രശ്നം കൂടി ഇതിലുണ്ട്. അപ്പോൾ അത്തരം ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതാണ് ഈ 19 ഏക്കറിൽ 2 ഏക്കർ ഈ തർക്കഭൂമി എന്ന് പറയുന്ന 2 ഏക്കർ 60 സെൻറ്റ് സ്ഥലം എന്നത് അളന്ന് തിട്ടപ്പെടുത്തണമെന്നാണ് പ്രധാനമായും ഈ 8 കുടുംബങ്ങളുടെ ആവശ്യം. അത്തരം കാര്യങ്ങൾ പരിഗണിച്ചാൽ, അല്ലെങ്കിൽ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിച്ചാൽ തങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറാണ് എന്നവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അത്തരം ആവശ്യങ്ങൾ പരിഗണിക്കുമോ, അതിലെന്തെങ്കിലും നിലപാടെടുക്കുമോ എന്താണ് ഇന്ന് ഏറ്റവും പ്രധാനമായും അറിയേണ്ടത്. എന്തായാലും നാളെ ഈ വീണ്ടും ഒഴിപ്പിക്കാൻ അഭിഭാഷക കമ്മീഷനും ഒപ്പം പോലീസും എല്ലാം എത്തുന്നത് വലിയ ഭീതിയോടെ തന്നെയാണ് അവിടുത്തെ ജനങ്ങൾ, ആശങ്കയോടെ തന്നെയാണ് എന്തായാലും ജനങ്ങൾ കാണുന്നത്. അതേസമയം തന്നെ ഇതിന് പ്രതിരോധം തീർക്കാൻ തന്നെയാണ് അവിടുത്തെ ജനങ്ങളുടെ തീരുമാനം. മാത്രമല്ല, ഇതിന് പിന്തുണയുമായി CPM അടക്കം രംഗത്തെത്തുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്. വലിയൊരു പിന്തുണ അവരുടെ ഭാഗത്തു നിന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ഈ ഒഴിപ്പിക്കാൻ വരുമ്പോൾ അവിടെ DYFIയുടെ നേതൃത്വത്തിൽ വലിയൊരു സംഘം കൂടി അവിടെ എത്തും. നേരത്തെ അടക്കം ഈ സമരം തുടങ്ങിയ നാൾ മുതൽ CPM അവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് കണ്ടതാണ്. അവരെ തള്ളി മാറ്റിയതിനു ശേഷം മാത്രമേ ഈ ജനങ്ങളെ ഇത്തരത്തിൽ ഒഴിപ്പിക്കാൻ കഴിയൂ എന്താണ് ആ ഘട്ടത്തിലൊക്കെ നിലപാടെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ നാളെയും ഇത്തരത്തിൽ ഇവർ ഒഴിപ്പിക്കാൻ എത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ CPM മുൻപന്തിയിലുണ്ടാകും. DYFIയുടെ നേതൃത്വം അവിടെ മുൻപന്തിയിലുണ്ടാകും. എന്തായാലും ഇതിൽ ഈ ജനങ്ങളുടെ ആവശ്യങ്ങളിൽ എന്ത് നിലപാടെടുക്കുന്നു എന്താണ് ഇന്നത്തെ യോഗം പ്രധാനമായും ചർച്ച ആകുക. അതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായും കാത്തിരിക്കുകയും ചെയ്യുന്നത്. അക്ഷയ്, ശരി, അർച്ചനയാണ് വിശദാംശങ്ങൾ നൽകിയത്.